അഭിഷേക് ശർമ്മ ഉജ്ജ്വല ഫോമിലാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ ഒന്നിൽ 14 പന്തിൽ 50 അടിച്ച T20 ഇന്നിംഗ്സ് കണ്ട് ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറും ലോക ഒന്നാം നമ്പർ താരവുമായ അഭിഷേക് ശർമ്മയെക്കുറിച്ച് പാകിസ്ഥാന്റെ മുൻ നായകനും ഇതിഹാസ താരവുമായ ഇൻസമാമുൽ ഹക്ക് നടത്തിയെന്ന രൂപത്തിലുള്ള ചില പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് വൈറലായിരുന്നു. ആദ്യ 3 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിലും 50+ സ്കോർ കുറിക്കാൻ അഭിഷേകിന് സാധിച്ചിരുന്നു. അഭിഷേക് ശർമ്മയുടെ ബാറ്റിനുള്ളിൽ സ്പ്രിംഗ് ഉണ്ടെന്നും ICC ഇത് പരിശോധിക്കണമെന്നും ഇൻസമാമുൽ ഹക്ക് ആവശ്യപ്പെട്ടു എന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് പല ഗ്രൂപ്പുകളിലും പ്രത്യക്ഷപ്പെടുകയും വൈറലാവുകയും ചെയ്തത്. അതിനു പിന്നാലെ ഇൻസിയെ രൂക്ഷമായി പരിഹസിച്ചും ട്രോളിയും വിമർശിച്ചുമെല്ലാം ഇന്ത്യൻ ആരാധകരും രംഗത്ത് വന്നിരുന്നു. പലപ്പോഴും പല കാലഘട്ടങ്ങളിലും ഇങ്ങനെ ഇൻസമാമുൽ ഹക്കിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരുപാട് ട്രോളുകൾ ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നായി ഇതും വരികയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ തെറ്റെന്ന് തോന്നിക്കുന്ന ഒരു കമന്റ് ഇൻസി നടത്തിയിട്ടുണ്ടോ? അതിന് മാത്രം വിവരദോഷിയാണോ ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായ ഇൻസമാമുൽ ഹക്ക്? നമുക്കൊന്ന് നോക്കാം. യഥാർത്ഥത്തിൽ ഇത്തരമൊരു ആരോപണം ഇൻസമാം നടത്തിയിട്ടില്ല എന്നാണ് AI ടൂളായ ഗ്രോക്ക് സ്ഥിരീകരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ UAE വേദിയായ ഏഷ്യ കപ്പ് T20 ടൂർണമെന്റിൽ ഇതേപോലെ മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകളുമായി അഭിഷേക് ശർമ്മ കളം കീഴടക്കുന്ന സമയത്ത് ഇൻസി മറ്റൊരു രസകരമായ പരാമർശം നടത്തിയിരുന്നു. അഭിഷേക് ശർമ്മയുടെ ബാറ്റിനുള്ളിൽ ചിപ്പ് ഒളിപ്പിച്ചു വെച്ചതായും ഈ കാരണത്താലാണ് കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നതെന്നുമായിരുന്നു ഇൻസമാമിന്റെ ആ സമയത്തെ പരാമർശങ്ങൾ. അത് പക്ഷേ തമാശ രൂപേണ അദ്ദേഹം നടത്തിയ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു. അന്നും പക്ഷേ വിമർശകരും ട്രോളർമാരും ഇതിനെ വേറെ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇൻസിയെ ട്രോളുകയായിരുന്നു. അതിനുശേഷം അഭിഷേകിനെ പറ്റി ഇൻസി കാര്യമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ അന്നത്തെ പരാമർശങ്ങളാണ് ചിലർ ഇപ്പോൾ എഡിറ്റ് ചെയ്ത് അഭിഷേകിന്റെ ബാറ്റിൽ സ്പ്രിംഗ് ഉണ്ടെന്ന് ഇൻസി ആരോപിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇൻസിയെ ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസമാമുൽ ഹക്ക് അങ്ങനെ അനാവശ്യമായി ട്രോളിക്കൊണ്ടിരിക്കുന്നവർക്ക് പക്ഷേ ഇൻസിയുടെ ഇന്നിംഗ്സുകൾ ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായും ആ താരത്തോടൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇൻസമാമുൽ ഹക്ക് ലോക ക്രിക്കറ്റിലെ ഒരു കാലത്തെ പാക് ബാറ്റിംഗിന്റെ പര്യായ പദമായിരുന്നു അയാൾ. 2023 ഏകദിന ലോകകപ്പിന്റെ സമയത്ത് പാക് ക്രിക്കറ്റ് ടീമിന്റെ ചീഫ് സെലക്ടറായിരുന്നു അദ്ദേഹം. എന്നാൽ ആ ലോകകപ്പിലെ തുടക്കത്തിൽ പാക് ടീമിനേറ്റ തുടർ തോൽവികൾക്ക് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ആവിർഭവിച്ച പൊട്ടിത്തെറിയെ തുടർന്ന് ഇൻസമാമുൽ ഹക്ക് പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ടീം ചീഫ് സെലക്ടർ സ്ഥാനത്ത് നിന്നും രാജിവെക്കാൻ നിർബന്ധിതനാവുകയായിരുന്നു. ഒരിക്കലും പക്ഷേ അങ്ങനെ അപമാനിതനായി പാക് ക്രിക്കറ്റിൽ നിന്നും പടിയിറക്കപ്പെടേണ്ടവനായിരുന്നില്ല ഇൻസമാമുൽ ഹക്ക് എന്ന ഇൻസി. കാരണം അയാളുടെ ചരിത്രം എന്നത് പാകിസ്ഥാന് ലോകകപ്പ് നേടിക്കൊടുത്ത ചരിത്രമാണ്. ആകാശത്തു നിന്നും ഇടുത്തിയായി പൊട്ടി വീണ പോലെ ഒരൊറ്റ ഇന്നിംഗ്സ് കൊണ്ട് കളിയും 992 ലോകകപ്പും ആകെ മാറ്റിമറിക്കുകയും പാകിസ്ഥാന് അവരുടെ കിരീടം നേടിക്കൊടുക്കുകയും ചെയ്ത ചരിത്രമാണ് ഇൻസമാമുൽ ഹക്കിനുള്ളത്. 92 ലോകകപ്പിന്റെ സെമി ഫൈനൽ മത്സരമാണ് ഇൻസി എന്ന താരത്തെ ആദ്യമായി അടയാളപ്പെടുത്തിയത്. അന്ന് ആതിഥേയരായ മാർട്ടിൻ ക്രോയും റദർഫോർഡും അന്ന് ആ മത്സരത്തിൽ 50 തികക്കുകയുണ്ടായി. കിവീസ് ഉയർത്തിയ 263 എന്ന ലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ ഒരു ഘട്ടത്തിൽ 35 ഓവറിൽ എത്തിയപ്പോഴേക്കും 140 റൺസിന് 4ാം വിക്കറ്റും നഷ്ടപ്പെട്ടിരുന്നു. പിന്നെയും 90 പന്തുകളിൽ വേണ്ടത് 123 റൺസ് എന്ന അക്കാലത്തെ ഏകദേശം അസാധ്യമായ ലക്ഷ്യമാണ്. സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ ലോകകപ്പിൽ മുത്തമിടാനുള്ള മാർട്ടിൻ ക്രോയുടെയും ബ്ലാക്ക് ക്യാപ്സിന്റെയും സ്വപ്നത്തോട് ഒരു പടി കൂടി അടുത്തിരിക്കുമ്പോഴാണ് ആ 22കാരൻ 6ാമനായി സലീം മാലിക് പുറത്തായതിന് പിന്നാലെ ക്രീസിലേക്ക് എത്തുന്നത്. ആ പയ്യന്റെ പേര് ഇൻസമാമുൽ ഹക്ക് എന്നായിരുന്നു. നേരിട്ട ആദ്യ പന്ത് ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്ന ഗവിൻ ലാർസിന്റെ പന്ത് മിഡ് വിക്കറ്റ് വഴി സഭാകമ്പം ഒന്നുമില്ലാതെ ബൗണ്ടറിയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അയാൾ തുടങ്ങുകയാണ്. പിന്നാലെ ക്രിസ് ഹാരിസിന്റെ ഷോർട്ട് പിച്ച് ബോൾ കരുത്തുറ്റ പുൾ ഷോട്ടിലൂടെ അതിർത്തി കടത്തുന്നു. അല്പം ഓവർ പിച്ച് ചെയ്ത അടുത്ത പന്ത് ക്രീസിന് വെളിയിലേക്ക് ചാടിയിറങ്ങി ലോങ് ഓഫിന് മുകളിലൂടെ ഒരു സിക്സർ പറത്തുന്നു. പേസേഴ്സിനെ കൊണ്ടും മീഡിയം പേസേഴ്സിനെ കൊണ്ടും രക്ഷയില്ലെന്ന് മനസ്സിലായതോടെ ക്യാപ്റ്റൻ മാർട്ടിൻ ക്രോ ഇൻസിയെ തളക്കാൻ സ്പിന്നർ ദീപക് പട്ടേലിനെ പന്തേൽപ്പിക്കുന്നു. പിന്നെ കണ്ടത് ബാറ്റിംഗിന്റെ വന്യമായൊരു ഭാവമാണ്. ഒരു പവർഫുൾ സ്വീപ്പ് ഷോട്ടുമായിട്ടായിരുന്നു പട്ടേലിനെ ഇൻസി സ്വീകരിച്ചത്. കണ്ണ് തുറക്കുന്ന വേഗത്തിൽ ആ പന്ത് ബൗണ്ടറി കടന്നിരുന്നു. ആ ലോകകപ്പിൽ എതിർ ബാറ്റിംഗ് നിരയെ വരിഞ്ഞു മുറുക്കിയിരുന്ന കിവീസിന്റെ സ്ലോ ബോളിംഗ് അറ്റാക്കിനെ അയാൾ ഒറ്റക്ക് തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു. പിന്നീടുള്ള കാലം ഒരു ശാപം എന്ന പോലെ തന്നെ വിടാതെ പിന്തുടർന്ന തന്റെ സ്ഥിരം ഔട്ടാവൽ മെത്തേഡായ റൺഔട്ടിന്റെ രൂപത്തിൽ ഇൻസി അന്ന് പുറത്താകുമ്പോഴേക്കും കളി പാകിസ്ഥാന്റെ കൈകളിലെത്തിയിരുന്നു. 37 പന്തുകൾ നേരിട്ട് 60 റൺസായിരുന്നു അദ്ദേഹം നേടിയത്. അതായത് വെറും 37 പന്തുകൾ മാത്രം നീണ്ടു നിന്ന ആ ഇന്നിംഗ്സ് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുമ്പോൾ മനസ്സിലാക്കാം എന്തായിരുന്നു അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന്. T20യെ കുറിച്ച് ആലോചനകൾ പോലും വരുന്നതിന് മുമ്പായിരുന്നു 92 ലോകകപ്പിലെ ഈ ഇന്നിംഗ്സ് എന്ന് ഓർക്കണം. അന്ന് ലോകം ആ പ്രതിഭയെ കൂടി അംഗീകരിക്കുകയായിരുന്നു. വല്ലാത്തൊരു ടാലന്റ് ആയിരുന്നു അയാൾ. മുമ്പൊരിക്കൽ വൈറലായ ഇന്ത്യൻ മുൻ നായകനായ കൊൽക്കത്തയുടെ രാജകുമാരൻ സൗരവ് ഗാംഗുലിയുടെ ഒരു അഭിമുഖമുണ്ടായിരുന്നു.
അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇൻസിയെക്കുറിച്ച് ചില വാക്കുകൾ. ഇൻസമാം ഉൽ ഹക്ക് വാസ് വെരി സ്ലോ, ബട്ട് വെൻ ഹി ഫേസ്ഡ് ഫാസ്റ്റ് ബോളിംഗ് ഇറ്റ് സീംഡ് ദ ബോളിംഗ് വാസ് സ്ലോ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഇൻസി കുറച്ച് സ്ലോ ആണ്, പക്ഷേ ലോകോത്തര പേസ് ബോളിങ്ങിനെ നേരിടുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ അവർ സ്ലോ ആണെന്ന് തോന്നും എന്നാണ് ഗാംഗുലിയുടെ ആ സമയത്തെ വാക്കുകൾ. ശരിയാണ്, 90കളിലും 2000കളിലും ഇൻസമാം ഉൽ ഹക്കിൻ്റെ ഇന്നിങ്സുകൾ കണ്ടവർക്കറിയാം. കാരണം അത്രയും എളുപ്പമായിട്ടായിരുന്നു അദ്ദേഹം പേസർമാരെ നേരിട്ടിരുന്നത്. അതുപോലെ മുമ്പൊരിക്കൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച മധ്യനിര ബാറ്റർ ആരാണ് എന്ന് താങ്കളെ സംബന്ധിച്ചിടത്തോളം ആരാണെന്ന് വീരേന്ദ്ര സെവാഗിനോട് ഒരു പത്രക്കാരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തത് അടുത്ത സുഹൃത്തുക്കളായ സൗരവ് ഗാംഗുലിയെയോ VVS ലക്ഷ്മണെയോ ഒന്നുമായിരുന്നില്ല. അദ്ദേഹം തിരഞ്ഞെടുത്തിരുന്നത് പാക് മുൻ നായകനായ ഇൻസമാം ഉൽ ഹക്കിൻ്റെ പേരായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി വീരേന്ദ്ര സെവാഗ് അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇൻസിബായ് വളരെ വളരെ മനോഹരമായ വ്യക്തിത്വത്തിനുടമയാണ്. എല്ലാവരും സച്ചിനെ കുറിച്ചാണ് പറയാറുള്ളത്, എന്നാൽ ഏഷ്യയിലെ ഏറ്റവും മികച്ച മധ്യനിര ബാറ്റ്സ്മാൻ ഇൻസമാം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മികച്ച റെക്കോർഡ് താരമാണ് അദ്ദേഹം. തന്റെ ശരീരഭാരം ഉയർന്നതായിട്ടും ഏകദിനത്തിലും ടെസ്റ്റിലും ഗംഭീര നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇൻസമാമിന് സാധിച്ചിരുന്നു. ജിമ്മൻ ശരീരമല്ല ക്രിക്കറ്റ് കളിക്കാനുള്ള യോഗ്യതയെന്ന് പ്രകടനം കൊണ്ട് തെളിയിച്ചവനാണ് ഇൻസമാം ഉൽ ഹക്ക്. അന്ന് വീരേന്ദ്ര സെവാഗ് പറഞ്ഞത് ഇങ്ങനെയാണ്: തേച്ചു മിനുക്കാതെ തന്നെ ലോകോത്തര ബാറ്റ്സ്മാൻമാരുടെ നിരയിലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടിയ മുതലാണ് ഇൻസമാം എന്ന സാരം. സ്വതവേ ക്രിക്കറ്റർമാർക്ക് ചേരാത്ത ശരീരവും അലസമായ ബോഡി ലാംഗ്വേജും ഫീൽഡിലെ വേഗത കുറവും ഒന്നും അയാളിലെ ബാറ്റ്സ്മാന്റെ പകിട്ട് ഒരിക്കലും കുറച്ചിരുന്നില്ല. 2003 മുതൽ 2007 വരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. 2007 ഒക്ടോബർ 5 അദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുമ്പോഴേക്കും പാക് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള കളിക്കാരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു ഇൻസമാം. 120 ടെസ്റ്റും 378 ഏകദിനവും അദ്ദേഹം പാകിസ്ഥാനായി കളിച്ചിട്ടുണ്ട്. കരിയറിൽ 20,580 അന്താരാഷ്ട്ര റൺസുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 43.32 ശരാശരിയുള്ള ഇൻസമാം 35 സെഞ്ചുറിയും 129 50യും നേടിയിട്ടുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റിലെ മാത്രമല്ല ലോക ക്രിക്കറ്റിൽ തന്നെ വിസ്മയിപ്പിച്ച താരങ്ങളിൽ ഒരാളാണ് ഇൻസമാമെന്ന് ഈ റെക്കോർഡുകൾ പറയും. ബാറ്റിംഗിൽ ഇത്രത്തോളം അഗ്രഗണ്യനായ ഇൻസി ഒരിക്കലും മറ്റൊരാളുടെ ബാറ്റിംഗ് ടെക്നിക്കുകളെ സ്പ്രിംഗ് ബാറ്റ് ഉപയോഗിച്ചാണ് കളിക്കുന്നത് എന്ന് പറയാനുള്ള സാധ്യത അല്ലെങ്കിലും വളരെ കുറവാണ് എന്നർത്ഥം.